ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അതായത് ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. മനസ്സിലാക്കുക, മലയാളികളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുവാണെങ്കിൽ അവർ UAE-യിലാണ് ജോലി ചെയ്യുന്നത്. അത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യം. ഇന്ത്യയുമായിട്ട് ട്രേഡ് ആണെങ്കിലും ഓയിലാണെങ്കിലും വളരെ വലിയ വോളിയമാണ് നമ്മൾ നടത്തുന്നത്. ഒരു ഡ്രമാറ്റിക് ഷോക്കിംഗ് റെവലേഷനാണ് ഇന്നലെ അവർ നടത്തിയത്. അവർ ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യമായ OPEC ഏകദേശം 60 വർഷത്തെ ബന്ധമാണ് വിച്ഛേദിച്ചത്. അതായത് മെയ് 1 മുതൽ OPEC-ൽ അവർ അംഗമായിരിക്കുകയില്ല. അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 3.5 മില്യൺ ബാരൽസിൽ നിന്നും അത് 5 മുതൽ 6 മില്യൺ ബാരലായിട്ട് അവർ ഉയർത്താൻ പോവുകയാണ്. അവർ ഗുഡ് ബൈ പറഞ്ഞു. അപ്പോൾ ഗ്ലോബലി ഈ എക്സിറ്റിന് ഭയങ്കര ഷോക്കിംഗ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന ഗ്ലോബലിയാണ് ഇതിന് ഷോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം പല ആൾക്കാരും പല ന്യായീകരണങ്ങൾ പറയുന്നു, മാടയാണ് കോടയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് UAE OPEC-ൽ നിന്നും പോയത്? അതിലേക്കാണ് ഞാൻ ഈ കണ്ടന്റ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. ഒന്നാമത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, പ്രധാനപ്പെട്ട കീ പോയിന്റ്. അതായത് നേരത്തെ മുതൽ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് UAE-ക്ക് ഈ പറയുന്ന ഈ ഓയിൽ പ്രൊഡക്ഷനും അതിൻ്റെ വില അത് മാർക്കറ്റിൽ കൊടുക്കുന്ന ആ രീതിയുമായിട്ട് പല കാരണങ്ങളാലും, കാരണം സൗദി അറേബ്യയുടെ കൺട്രോളിലാണ് OPEC എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം. നമ്മൾ മനസ്സിലാക്കണം, ഈ OPEC രാജ്യങ്ങളുണ്ടെങ്കിൽ OPEC പ്ലസ് രാജ്യങ്ങൾ അതിൻ്റെ അകത്ത് റഷ്യയൊക്കെ ഉണ്ട്. അപ്പം ഈ സൗദി അറേബ്യയുടെ കൺട്രോളിൽ നിന്നും മാറുക എന്തായിട്ട് ഉദ്ദേശം എന്ത്? അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില കണ്ടന്റ് പറയുകയാണ്. ഈ ഹമാസുമായിട്ട് ഇസ്രായേലിൻ്റെ വാർ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബെഞ്ചമിൻ നെതന്യാഹു ഒരു വലിയ ഗ്ലോബലായിട്ട് അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അത് വളരെ സുദീർഘമായ സ്റ്റേറ്റ്മെൻ്റ് ആകത്തോട് ഇതിനാണ് ഏറ്റവും പ്രാധാന്യം കിട്ടിയത്. ഹമാസിനെതിരെ നടക്കുന്ന വാറ്, ആ വാറോടുകൂടി, അതായത് തുടങ്ങുന്നതോടുകൂടി വെസ്റ്റ് ഏഷ്യയിലുള്ള ജിയോ പൊളിറ്റിക്സും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലുള്ള ഇന്നത്തെ എല്ലാ ഫോർമാറ്റും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ഈ ഹമാസിൻ്റെ അറ്റാക്കിയ സമയത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. ഈ ഹമാസിൻ്റെ അറ്റാക്കോടുകൂടി ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ഇത് പലരെ അറ്റാക്ക് ചെയ്യും, അതായത് റിട്ടാലിയേഷൻ ഭയങ്കരമായിരിക്കും, അവസാനം ഇത് ഇറാനിൽ പോയി ഇറാനെ തീർക്കും എന്ന് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. പല ആൾക്കാർക്കും അത് മനസ്സിലായില്ല, ഇത് ഇങ്ങനെയൊക്കെ കറങ്ങി അങ്ങനെ പോകും. അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഹമാസ് കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്നത് ഭൂലോക ബ്ലണ്ടർ. അതുകൊണ്ടാണെന്ന് ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വാറും അതിൻ്റെ റിട്ടാലിയേഷനായിട്ട് ഇറാൻ UAE മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ അടിക്കുന്നത്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് UAE പിന്മാറിയത്? 2 ദിവസം മുമ്പ് ഒരു ഇൻ്റർനാഷണൽ പത്രങ്ങളിലൊക്കെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ടർക്കി ഒരു ഗോഡ് ഫാദറാണ് ബേസിക്കലി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ. കാരണം ഇസ്ലാമിക രാജ്യമാണ്. പ്രത്യേകിച്ച് ഈ എർദോഗൻ വന്ന ശേഷം, അതായത് ടർക്കിയിൽ അൺഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള ലീഡറാണ് നമ്മുടെ ഇന്ത്യയിലെ മോദിയെ പോലെ. അയാൾ വന്ന ശേഷം അതിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെയൊക്കെ വലിയൊരു ഗോഡ് ഫാദർ എന്ന നിലയിലോട്ട് ഇയാളങ്ങ് എലിവേറ്റ് ചെയ്തു. 2-3 ദിവസം മുമ്പ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്, ഇനി ടർക്കിയുടെ റോൾ എന്തായിരിക്കും ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ടർക്കി എവിടെ പോയി? അപ്പം അതിലോട്ടാണ് അടുത്ത കണ്ടന്റിലോട്ട് പോകുന്നത്. അതായത് എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്? അതായത് വെസ്റ്റ് ഏഷ്യയുടെ
ജിയോ പൊളിറ്റിക്സും ഇന്നത്തെ ഫോർമാറ്റും അവർ മാറ്റും. അതിനുശേഷം നിങ്ങൾ കാണണം, അതായത് ലോകം കണ്ടിരിക്കും ഇസ്രായേലിൻ്റെ റോൾ എന്തായിരിക്കും ലോകത്തിനുണ്ടാകാൻ പോകുന്നത്. ഇനിയും ഈ പറയുന്ന ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം ഏകദേശം 50 ദിവസം കഴിഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ഡീപ്ലി എഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ UAE ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് കിട്ടിയത്. അവരുടെ ഓയിലും പരിപാടികളും മാത്രമൊന്നുമല്ല. അതായത് UAE കൊണ്ടുവന്ന ഒരു ഫോർമാറ്റുണ്ട്, ഡെവലപ്മെൻറ്റ് ഫോർമാറ്റ്, ഒരു ഗ്ലോബൽ ഫോർമാറ്റ്. അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഓയിൽ മാത്രമല്ല അവരുടെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത്. അതായത് UAE എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സംഭവമാണ്. അതായത് ഏറ്റവും സേഫായിട്ടുള്ള സംഭവമാണ്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും, അതായത് യൂറോപ്പിനാണെങ്കിലും അമേരിക്കയാണെങ്കിലും ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികൾക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ ദുബായ് എന്ന് പറയുന്ന ഒരു സേഫ് സോണാണ് ലോകത്തിലെ. ഈ സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ സേഫ് സോണാണ് സിംഗപ്പൂർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആളുകൾക്ക് ഇവിടെ വരാം. ഇത് വളരെ ലിബറൽ രാജ്യമായിരിക്കും. ഈ ഫോർമാറ്റിലാണ് ഇത് പോകുന്നത്. ഈ സമയത്താണ് ഈ വാർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആമസോൺ ഡാറ്റാ സെൻറ്റർ ഈ UAEയുടെ ബിസിനസ് ബേ, അതേപോലെയുള്ള ആക്ടിവിറ്റീസ്, അവരുടെ ടൂറിസം, അവരുടെ എയർലൈൻസ്, ഇതിലോട്ടൊക്കെ ഹിറ്റ് വരുന്നത്. ഈ ഹിറ്റ് വന്ന സമയത്ത് UAEയുടെ ഭരണാധികാരികൾ, കാരണം അമേരിക്ക അതിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആണ്, കാരണം അമേരിക്കൻ എയർക്രാഫ്റ്റും പട്ടാളക്കാർ ഇത്ര പേരേ ഉള്ളൂ, അവർ ഇറാനുമായിട്ടുള്ള അറ്റാക്കിൽ അവർ എൻഗേജ്ഡ് ആണ്. അവരേറ്റവും കൂടുതൽ പറയുന്നത് ഈ GCC രാജ്യങ്ങളിലെ OPEC രാജ്യമായ സൗദി അറേബ്യയോട് അവരോട് പറഞ്ഞു, ഇതിന് നമുക്ക് റിട്ടാലിയേഷൻ കൊടുക്കണം. കാരണം അതായത് ഈ രാജ്യങ്ങളെ വെറുതെ ഇരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന് റിട്ടാലിയേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറാൻ കുറച്ചൊന്ന് ഒതുങ്ങും. അപ്പോൾ സൗദി അറേബ്യ ഈ പറയുന്ന UAEയുടെ ആവശ്യം അവർ തള്ളിക്കളഞ്ഞു. അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും, ഖത്തറാണെങ്കിലും മറ്റുള്ള പല രാജ്യങ്ങളും ഈ പറയുന്ന UAEയുടെ ആവശ്യം വേണ്ട എന്ന് വെച്ചു. അതായത് GCC രാജ്യങ്ങൾ ആരും തന്നെ UAE ഈ പറയുന്ന, അതായത് റിട്ടാലിയേഷൻ, തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞതിനെ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് വേണ്ട എന്ന് വെച്ചു. ഇത് UAEയെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെട്ടു എന്നുള്ള സ്ഥിതിയിലോട്ട് വന്നു. കാരണം മനസ്സിലാക്കേണ്ടത്, ഈ അറബ് രാജ്യങ്ങളിൽ എക്കോണമി ആണെങ്കിലും ലൈഫ് സ്റ്റൈലാണെങ്കിലും ഗ്ലോബലി വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അക്കംപ്ലിഷ് ആയിട്ടുള്ള സിറ്റിയും ഒരു രാജ്യവുമാണ് UAE. കാരണം അത് ആ രാജ്യത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഒരു മോഡേൺ വേൾഡ് തിയറി പോലെയാണ്. ഇസ്ലാമിക രാജ്യമായിട്ട് യാതൊരു ബന്ധമില്ല, തൊപ്പിയിട്ട് കിടക്കുന്ന കെട്ടൊക്കെ കിടക്കുന്ന ഈ അറബ്സ് എന്നല്ലാതെ അവർ വരെ ഏറ്റവും മോഡറേറ്റ് ആയിട്ട് പോകുന്ന അറബ്സാണ് UAE എമിറാത്തികൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ആ ഒരു സപ്പോർട്ട് ഈ പറയുന്ന GCC രാജ്യങ്ങളിൽ നിന്നും OPEC രാജ്യങ്ങളിൽ നിന്നും കിട്ടിയില്ല. ഇതാണ് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളോട്. കാരണം മനസ്സിലാക്കണം, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അവരുടെ കയ്യിൽ പണമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ട്രേഡ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ഡിപ്ലോമസി ആണെങ്കിലും, അപ്പോൾ അവരെന്തെങ്കിലും ഇവർക്ക് ആവശ്യം, യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് ഇതേപോലെ സ്ട്രാറ്റജിക് ആവശ്യങ്ങളും സെക്യൂരിറ്റി ആവശ്യങ്ങളും ഉള്ളപ്പോൾ അവർ മ്യൂച്വലായിട്ടൊരു എഗ്രിമെൻറ്റിലുണ്ട്, അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിക്കുമെന്ന്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഒരു യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന അറബിനെ, ഈ UAEയെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അതേപോലെ തന്നെ ഇവർ പാകിസ്ഥാനോട് സഹായം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ സഹായം കൊടുത്തില്ല. കാരണം ഇറാനുമായിട്ട് ഒരു ഫൈറ്റിന് പോകാൻ അവർ തയ്യാറല്ല. കാരണം അവരുടെ ബോർഡറാണ് മറ്റൊരു ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ. അപ്പോഴെന്ത് ചെയ്തു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, UAE പറഞ്ഞു, നിങ്ങൾ തരാനുള്ള $3.4 ബില്യൺ ഓയിലിൻ്റെ കറൻസി ഞങ്ങൾക്ക് എത്രയും വേഗം തിരിച്ചു തരണം. ഇനിയും ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയില്ല. ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയോടും സഹായം അഭ്യർത്ഥിച്ചു.
പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ആ സഹായം അവർ വല്ലാത്ത ഡിപ്ലോമാറ്റിക് റീസണില്ല, കാരണം ഗ്ലോബലായിട്ടുള്ള റീസണിൻ്റെ പേരിൽ ഇന്ത്യയും ആ സഹായം നിരഹസിച്ചു. അതുകൊണ്ടാണ് ഈ വാറിൻ്റെ ഈ സീസ് ഫയറിൻ്റെ സമയത്ത് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി പെട്ടെന്ന് യു എയുടെ ഭരണാധികാരികളെ കാണാനും ആ ഡിപ്ലോമസി നേരോട്ട് കൊണ്ടുവരാനും ശ്രമിച്ചത്. കാരണം ഇന്ത്യയുടെ വലിയൊരു ട്രേഡ് പാർട്ട്ണറാണ്, അതേപോലെ ഇത്രമാത്രം ഇന്ത്യക്കാർ അവിടെ ജോലിയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാരണം, ടർക്കിയോട് സഹായം ചോദിച്ചു, ടർക്കി റിജക്റ്റ് ചെയ്തു, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ റിജക്റ്റ് ചെയ്തു. അവസാനം അവർക്ക് സഹായമായിട്ട് വന്നത് ഇസ്രായേൽ മാത്രം. ഏകദേശം 2800 ജെറുസലേം പോസ്റ്റും മറ്റുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 2800 ഇസ്രായേലി സൈനികരാണ് യു എയിലെത്തിയിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ മുഴുവനും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡ്രോൺസിനെ എങ്ങനെയാണ് എയർ ഡിഫൻസ് സിസ്റ്റം, അതേപോലെ ഈ ഇറാൻ്റെ മിസൈലുകൾ, ഇതിനെ എങ്ങനെയാണ് ഒരു റെസിസ്റ്റ് ചെയ്ത്, എയർ ഡിഫൻസ് സിസ്റ്റം, ബാറ്ററി. കാരണം ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ അറബ് രാജ്യങ്ങളിലെ പട്ടാളം ഇതൊന്നൊരു പ്രൊഫഷണൽ സംഭവമൊന്നുമല്ല. അത് നമ്മൾ ഹൂത്തികളുമായിട്ടുള്ള ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. ഹൂത്തികൾ വെൽ അഡ്വാൻറ്റേജ് ആയിരുന്നു യു എക്കെതിരെയും ഈ പറയുന്ന സൗദി അറേബ്യക്കെതിരെ. ഇവിടെ അമേരിക്ക എൻഗേജ്ഡ് ആവുന്നു. അതേപോലെ തന്നെ അവരുടെ പട്ടാളക്കാർക്ക് ഈ ഒരു സന്ദർഭത്തിൽ സഹായിക്കാനും പറ്റുന്നില്ല. കാരണം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഇവർ. കാരണം ഇവർ ഒഫൻസീവായിട്ട് ഇറാനിൽ ബോംബിങ് ചെയ്യുന്നു, അവരുടെ താവളങ്ങൾ സംരക്ഷിക്കുന്നു. ആ സമയത്ത് ഈ പറയുന്ന യു എയുടെ വൈഡായിട്ട് കിടക്കുന്ന പല ഇൻസ്റ്റലേഷൻ സ്ട്രാറ്റജിക് ആണെങ്കിലും, അതേപോലെ തന്നെ അവരുടെ കൊമേഴ്ഷ്യൽ, ടൂറിസം, എയർപോർട്ട്, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതേപോലെ ഡീസാലിനേഷൻ, ഇതിനെ ഒന്നും സംരക്ഷിക്കാൻ അവിടുത്തെ ഈ പറയുന്ന യു എയുടെ പട്ടാളത്തിന് കഴിയുന്നുമില്ല. ഈ സന്ദർഭത്തിലാണ് ഇസ്രായേൽ ഇടപെട്ടത്. ഇതാണ് ബേസിക് റീസണിൽ അവർക്കൊരു ക്രൈസിസും പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഈ പറയുന്ന GCC രാജ്യങ്ങളും OPEC രാജ്യങ്ങളും അവരുടെ കൂടെ നിന്നില്ല. അവരെ ഏറ്റവും കൂടുതൽ ചതിച്ചത് ഈ പറയുന്ന സൗദി അറേബ്യയാണ്. കാരണം അവരും ഈ പറയുന്ന ഇവരുടെ കൂടെ നിൽക്കാൻ തയ്യാറ്. സൗദിയുടെ പട്ടാളം ഈ പറയുന്ന യു എയുടെ പട്ടാളത്തെക്കാളും ശക്തരാണ്, കുറച്ചും കൂടെ വെൽ ട്രെയിൻഡാണ്. അവർ പോലും സഹായത്തിന് വന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ ഇവരെല്ലാം ഡത്ത് ഇസ്രായേൽ, ഡത്ത് അമേരിക്ക എന്ന് പറയുന്ന സംഭവം, ആ ഇസ്രായേലാണ് ഇവരുടെ സഹായത്തിനായി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ UAE ഇനി ഫ്യൂച്ചറിൽ ഈ പറയുന്ന GCC രാജ്യങ്ങളുടെ ആ ലീഗിൽ നിന്നും ഇവർ എക്സിറ്റ് ആവും. കാരണം ഇവർക്ക് താല്പര്യമില്ല ഇതിൻ്റെ കൂടെ പോകാൻ വേണ്ടി. അതായത് അവർക്കൊരിക്കലും താല്പര്യമില്ല ഇതൊരു ഇസ്ലാമിക രാജ്യമായിട്ട് UAE കൊണ്ടുപോകാൻ. അതിൻ്റെ ഒരു സംഭവം തന്നെയാണ് അവർ എബ്രഹാം അക്കോർഡിൽ ഒപ്പിടുകയും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതേപോലെ തന്നെ സ്ട്രാറ്റജിക്കായിട്ടും ഇസ്രായേലിൻ്റെ ഒരു വലിയ താവളം ഇനി അവിടെ വരാൻ പോവുകയാണെന്ന് അറിയുന്നത്. കാരണം ഫ്രഞ്ച് താവളം ഓൾറെഡി അവിടെ ഉണ്ട് അബുദാബിയിൽ. അത് ഇസ്രായേലിൻ്റെ കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ ഇമാനുവൽ മാക്രോൺ അദ്ദേഹം പല ഉറപ്പുകളും UAEക്ക് കൊടുത്തിരുന്നു. കാരണം പല രീതിയിലും ഇതേപോലെയുള്ള ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാം. ഈ ഫ്രാൻസ് പോലും ബ്രിട്ടൻ പോലും ഇവരെ സഹായിക്കാൻ വന്നില്ല. അതുകൊണ്ട് ഇൻ ഫ്യൂച്ചറിൽ ഈ പറയുന്ന UAE എയർക്രാഫ്റ്റുകൾ പോലും വാങ്ങുമ്പോൾ അത് എയർബസിൽ നിന്നും വാങ്ങാൻ സാധ്യതയില്ല. അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സഹായത്തിന് വന്നില്ല, ടർക്കി സഹായത്തിന് വന്നില്ല, മറ്റൊരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ വന്നില്ല. ഇവരൊന്നും അവരുടെ സഹായത്തിന് വന്നില്ല. അവരെ സഹായിച്ചത് ഇസ്രായേലും അമേരിക്കയാണ്. അതുകൊണ്ട് അവരിനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാത്രമേ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നുള്ളൂ. അവർക്കിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഈ പറയുന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കും, അത് ലോക മാർക്കറ്റിൽ കൊണ്ടുവരും. എണ്ണയുടെ വില ഇടിയ കാരണം അത് അവരുടെ ഒരു വിഷനുണ്ട്. കൂടുതൽ എണ്ണ വിറ്റ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും UAEയുടെ എക്കോണമി ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. അതായത് ഈ പറയുന്ന 3.25 നിന്നും 5-6 മില്യണിലോട്ട് മാറിക്കഴിയുമ്പോൾ നാച്ചുറലായിട്ട് ഇഷ്ടം പോലെ പണം വരും. അത് ഗ്ലോബലായിട്ട് എണ്ണയുടെ, അതായത് ഒരു കോട്ടാ സിസ്റ്റം മുഴുവനും മാറി പൊളിഞ്ഞ് അത് ബേസിക്കലി അടി കിട്ടാൻ പോകുന്നത് സൗദി അറേബ്യക്കാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളായ ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും നാളെ ഇതേപോലെ തന്നെ എന്താണ് UAE ഉണ്ടാക്കിയെടുത്ത്, അതായത് എക്സിറ്റ് ചെയ്ത പോലെ അവരും എക്സിറ്റ് ചെയ്ത് അവരും ഇഷ്ടമുള്ള രീതിയിലുണ്ടാകും. അതാണ്
ഫർദർ ഉണ്ടാകാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കുക, ഇതിൽ ഗെയിൻ ചെയ്തേക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതേപോലെ തന്നെ ഈ ഓയിൽ മാർക്കറ്റുമായിട്ട് പഠിക്കുന്നവരും ചിന്തിക്കുന്നവരും എനർജി മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു അപ്പർ ഹാൻഡ് അമേരിക്ക കിട്ടിയിരിക്കുകയാണ്. ഇതേപോലെ റഷ്യൻ യുദ്ധ സമയത്ത് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഈ സൗദി അറേബ്യയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ. അന്ന് സൗദി അറേബ്യ അത് തള്ളിക്കളഞ്ഞു. പക്ഷേ UAE അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി. ഇപ്പം അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം വന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം, അവർക്കത് മാർക്കറ്റിൽ കൊടുക്കാം. ഈ സൗദി അറേബ്യ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് UAE എടുത്ത നിലപാട്. അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അതായത് വരാനുള്ള സമയത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് UAE ആയിരിക്കും ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ എനർജി സപ്ലൈ ചെയ്യാൻ പോകുന്ന രാജ്യം. വരാനുള്ള സമയത്ത് ഇസ്രായേലി ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് UAEയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോവുകയാണ്. അതായത് ഗ്ലോബൽ ചേഞ്ച്, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യയിൽ വലിയ ചേഞ്ചാണ് ഈ വാറോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്.